BJP ഇപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ചില അത്ഭുതങ്ങൾ കാണിക്കാനായിട്ടും BJPക്ക് പ്രാവശ്യം സാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും മത്സരിക്കും. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ഹരിപ്പാട് മത്സരിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. മുൻ പ്രതിപക്ഷ നേതാവുള്ള രമേശ് ചെന്നിത്തല ഹരിപ്പാട് തൂക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങൾ നിസ്സാരമായിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിഫലനങ്ങളെയും നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. SDPയെ തരിച്ചു മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം കുറച്ചുകൂടി വേഗതയിലാകും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമസ്കാരം. BJPയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള പ്രമുഖർ ആരൊക്കെയായിരിക്കും? BJPയിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതിൽ പ്രധാനമായിട്ടും മത്സരിക്കാൻ സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും മത്സരിക്കും. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ടും മത്സരിക്കും. അനൂപ് ആന്റണി ഉറപ്പായിട്ടും മത്സരിക്കും. ഷോൺ ജോർജ് ഉറപ്പായിട്ടും മത്സരിക്കും. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണകുമാർ ഉറപ്പായിട്ടും മത്സരിക്കും. അതുകൂടാതെ തന്നെ ഈ R ശ്രീലേഖ IPSനെ കുറിച്ച് മത്സരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് അവരുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൂടാണ്ട് വി മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തോ വട്ടിയൂർക്കാവിലോ മത്സരിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് കെ സുരേന്ദ്രനുണ്ട്. കെ സുരേന്ദ്രൻ ഇപ്രാവശ്യം മഞ്ചേശ്വരത്ത് മത്സരിക്കത്തില്ല. വട്ടിയൂർക്കാവ് കിട്ടിയാൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് വരെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു തർക്കം വരാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല. അപ്പോൾ വട്ടിയൂർക്കാവിന് പകരം ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ സുരേന്ദ്രൻ വരുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം എന്ന് പറയുന്നത് മഞ്ചേശ്വരത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും വിജയസാധ്യത കൂടുതൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ഹരിപ്പാട് മത്സരിച്ചേക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കായംകുളത്ത് കണ്ടതാണ്. AICCയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്ത് 2ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് അത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുത്തുവെങ്കിൽ അവർ ഹരിപ്പാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയിട്ടാണ് ഈ ഹരിപ്പാട് എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്കുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വം ഇതുവഴി ഉദ്ദേശിക്കുന്നത് വലിയ രാഷ്ട്രീയ നേട്ടങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ മുൻ പ്രതിപക്ഷ നേതാവുള്ള രമേശ് ചെന്നിത്തല ഹരിപ്പാട് തൂക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങൾ നിസ്സാരമായിരിക്കില്ല. പിന്നീട് അദ്ദേഹത്തിനൊന്നും നോക്കാനില്ല. ഒരു പ്രാവശ്യം ഹരിപ്പാട് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ധാരണയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. കാരണം 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കാണ് അവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പാലക്കാട്, കായംകുളം, അതോടൊപ്പം തന്നെ ഹരിപ്പാട്. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. BJPയെ സംബന്ധിച്ചിട്ട് ഈ പ്രാവശ്യം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന പരിശ്രമത്തിലാണുള്ളത്. അതുകൊണ്ടാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിഫലനങ്ങളെയും നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നീട് അവിടെ വേറൊരു അപകടം കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SDPയുടെ നിലപാടാണ്. SDPയെ തരിച്ചു മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം കുറച്ചുകൂടി വേഗതയിലാകും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ വി ശിവൻകുട്ടിയാണ് അവിടെ നിന്നുള്ള MLA. ഒരു പ്രാവശ്യം വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയത്. പക്ഷേ രാജഗോപാൽ നിയമസഭയ്ക്കകത്തൊരു പരാജയമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരനാണ് മത്സരിച്ചത്. അദ്ദേഹത്തെ കെ മുരളീധരന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അതുകൂടാണ്ട് ആ സമയത്തുള്ള ഒരു LDF തരംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി ശിവൻകുട്ടി വിജയിച്ചു കയറിയത്. നമ്മൾ ഇതിനകത്ത് ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കേരളത്തിൽ BJP വലിയ സന്നാഹത്തോടു കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. വലിയ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് തന്നെയാണ് ഇറങ്ങുന്നത് എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം BJPക്ക് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലെത്തുകയോ അല്ലെങ്കിൽ സീറ്റുകൾ നേടുകയോ എന്നുള്ളതല്ല.
കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്രത്തോളം BJP വിജയിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് കേരളത്തിൽ പിന്നീട് ഉള്ള BJPയുടെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ ഈ സീറ്റ് വിഭജനം കഴിയുന്നതോടുകൂടി കോൺഗ്രസിനകത്ത് ഉണ്ടാവാൻ പോകുന്ന ലഹളയൊന്നും നിസ്സാര ലഹളയായിരിക്കില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ഈ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പേര് പറയിപ്പിക്കുന്ന ആളുകൾക്ക് സീറ്റ് നൽകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളുടെ പേര് പർപ്പസ്ഫുള്ളി ഇവരെ ദൃശ്യമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയകളിലും ഒക്കെ പറയിപ്പിച്ചു തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? ശത്രുവിനെ ഇല്ലാതാക്കാനായിട്ട് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, അവന്റെ പേര് ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമത്തിൽ എങ്ങനെയെങ്കിലും വരുത്തിക്കുക. അങ്ങനെ വരുത്തിക്കുന്നതോടുകൂടി പിന്നെ അവന് സീറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുമല്ലോ, ഒരു തരത്തിലും പിന്നെ അവന് സീറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന സമയത്ത് അതിനെ ഏത് രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് BJP ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇപ്പൊ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കടന്നു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിട്ട് 2031 എന്ന് പറയുന്ന ഒരു ലക്ഷ്യം, അതാണ് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊന്നും അവരൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ മുമ്പിലുള്ളത് 2031 അപ്പോൾ 2031 അവർക്ക് വേണ്ടി ഒരുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ 2026 ഇവിടെ എന്ത് കാണിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ BJPക്കും RSSനും ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയായാലും ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലരും പറയുന്ന കാര്യമാണ്, എന്തെല്ലാം ആർഭാടങ്ങൾ കാണിച്ചാലും കേരളത്തിനകത്ത് BJPയുടെ അക്കൗണ്ട് തുറക്കാനായിട്ട് യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നിഗമനത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. കാരണം ഇപ്രാവശ്യം നേമം, പാലക്കാട്, ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിൽ BJP നില മെച്ചപ്പെടുത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് BJPക്കകത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല. പുതിയതായിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ വരാനായിട്ട് സാധ്യതകളുണ്ട്, ഒരുപാട് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ വരാൻ വേണ്ടിയിട്ട് സാധ്യതകളുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ചില അത്ഭുതങ്ങൾ കാണിക്കാനായിട്ടും BJPക്ക് പ്രാവശ്യം സാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ഇപ്പോൾ ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റജി ചെറിയാൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്രാവശ്യം അവിടെ BJPയും ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്. അതായത് മുൻ ഗോവ ഗവർണറായിട്ടുള്ള ശ്രീധരൻപിള്ള സാറൊക്കെ അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ മത്സരം കനത്തതായിരിക്കും എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കാരണം ഇപ്പോൾ ആദ്യം ഇറങ്ങിയിരിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയ്ക്കകത്ത് ശ്രീധരൻപിള്ള സാർ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് ഒരുപക്ഷെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ ഇറക്കിയിരിക്കുന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നതും ലഭിച്ചിരിക്കുന്ന അറിവും ശരിയാണെങ്കിൽ P ശ്രീധരൻപിള്ള സാറിനോട് അവിടെ ചെങ്ങന്നൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇലക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ പട്ടികയ്ക്കകത്ത്, ഈ 35 അംഗ A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയ്ക്കകത്ത് ചെങ്ങന്നൂർ P ശ്രീധരൻപിള്ള സാറിന്റെ പേരില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിട്ട് BJP ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതിലല്ല, മറിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് BJPക്ക് മുമ്പിലുള്ളത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ മുൻതൂക്കം നൽകുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതൊക്കെയാലും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, അതായത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള, K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, V മുരളീധരൻ ഉൾപ്പെടെയുള്ള, MT രമേശ് ഉൾപ്പെടെയുള്ള, C കൃഷ്ണകുമാർക്ക് മലമ്പുഴയിൽ ഏകദേശം സീറ്റ് ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒക്കെ തന്നെ, അതുകൂടാണ്ട് യുവനിരയിലുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ ഇപ്രാവശ്യം BJPക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് തന്നെ രംഗത്തുണ്ടാകും എന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും രസകരമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഭയക്കേണ്ടതുമായ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രൻ ഹരിപ്പാട് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിന് വലിയൊരു കോളിളക്കം കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാക്കും എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ഏതൊക്കെയായാലും വരും ദിവസങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ്, ഈ ഇലക്ഷനിൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.